get up, time is barely on our side. പിടിക്കാൻ പോണ മീൻ പിടിക്കാൻ പോണ ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിന്റെ ആവേശാട്ടപ്പങ്ങൾ കാണുന്നത് കാണിക്കണം, ഫുള്ള് കാണിക്കത്. ഇത് കണ്ടത് കോഴിക്കോട് ഹാർബറിലുള്ളത്. ഈ ഹാർബറിൽ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും മീനൊക്കെ പോണത്. മീനിൻ്റെ ശരിക്കുള്ള വില കാര്യങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് ബീച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം. ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇക്കായിൻ്റെ കടയെക്കുറിച്ച് അറിയണം. ഇത് മുഖദാറിലാണ് ഇക്കായിൻ്റെ കട. 1 രൂപ ചായയും 1 രൂപ കടിയും. വർഷങ്ങളോളായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരുന്നു. ഈ ഒരു കുറഞ്ഞ മാസങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ഒരു റേറ്റിൽ വേരിയേഷൻ വന്നത്. റേറ്റിൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചായക്ക് 5 രൂപയും 1 കടിക്ക് 5 രൂപയും എന്ന തോതിലാണ് മുപ്പുള്ളി ഈടാക്കുന്നത്. പക്ഷെ വർഷങ്ങളോളായിട്ട് 1 രൂപ ചായയും 1 രൂപൻ്റെ കടിയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങട്ടെ നമ്മളെ യാത്ര, ബീച്ചിലേക്കുള്ള യാത്ര. നമ്മൾ ബീച്ചിലേക്ക് പോവല്ലേ. സമയം രാവിലെ 7 മണിയായി. ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെ കേട്ടോ. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇവിടേക്ക് വന്നാൽ മതി, അതെന്തായാലും മാറ്റിത്തരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോകുന്നത് അറിയില്ല. കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബാണ്, വേറെ ഫീലിംഗ് ആണ്. വരാത്തൊരു ഇവിടെ ഒന്ന് വരണം. പിന്നെ ഇവിടെ ഫുൾ ടൈം തിരക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ചുമ്മാ പറയുകയാണെന്ന്, ബീച്ചിൽ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ബീച്ചിൻ്റെ തിരക്ക് എന്താണെന്ന് കാണണോ? എന്നാൽ ബീച്ചിൻ്റെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. ഇതല്ല, ഇതിൻ്റെ അപ്പുറമുള്ള തിരക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഈവനിങ്ങുള്ള കാഴ്ച ഒന്നുമല്ല കേട്ടോ. രാവിലെ 7 മണിയുള്ള കാഴ്ചയാണ്. രാവിലെ 7 മണിൻ്റെ തിരക്കാണ് കാണുന്നത്. ഇത് വൈകുന്നേരം 4 മണിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. എന്തായാലും നോക്കണ്ട, നമ്മളെ ബീച്ചിൻ്റെ സൗത്ത് ബീച്ചിൻ്റെ കുറച്ച് അടിപൊളി വിഷ്വൽസിലേക്ക് പോവാം. കോഴിക്കോട് ഈ ബീച്ച് മാത്രമല്ല, ഒരു ബട്ട്റോഡ് ബീച്ചുണ്ട്. ബട്ട്റോഡ് ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം ആൾക്കാരും കോഴിക്കോട് മെയിൻ ബീച്ചിൽ വന്നിട്ട് പോരാണ്. ഈ ബട്ട്റോഡ് ബീച്ച് അധികം പേർക്കും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നേരെ ബട്ട്റോഡ് ബീച്ചിലേക്ക് പോവാണ്. ബട്ട്റോഡ് ബീച്ചിൽ നിന്ന് അതേപോലെ തന്നെ പുതിയാപ്പ ഹാർബറിലേക്കും പോകുന്നുണ്ട്. ഇപ്പം ഞാൻ മുമ്പ് കാണിച്ച ഈ വിഷ്വൽസ് ഈവനിങ് എടുത്ത വിഷ്വൽസ് ആട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ബട്ട്റോഡ് ബീച്ചിലേക്ക് പോവാം. അപ്പോൾ മച്ചാൻ പറയാം, നമ്മളിപ്പോൾ ഉള്ളത് ബട്ട്റോഡ് ബീച്ചിലാണുള്ളത്. ബട്ട്റോഡ് ബീച്ചുകൾ നോക്കി നിങ്ങൾ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അടിപൊളി, എനിക്കൊന്നും പറയാൻ കേട്ടോ. നല്ല രസമാണ്. കാരണം ടൈം പോകണം കാര്യങ്ങളൊന്നും അടിപൊളിയാണ്. നമ്മൾ ഏകദേശം രാവിലെ 8 മണിയാകുമ്പോൾ ബട്ട്റോഡ് ബീച്ചിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു ബീച്ചിലേക്ക് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കയറിയാൽ തന്നെ ഒരു പാർക്ക് മോഡലാണ്. പാർക്ക് നിങ്ങൾ കണ്ടില്ല. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ബീച്ച് വരുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സ്പോർട്സ് ഐറ്റംസുകളുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോകണം അറിയില്ല. നമ്മളെ തൊട്ടടുത്ത് തന്നെ നമ്മളെ വിനോദ് ഗോവൂരുണ്ട്. വിനോദ് ഗോവൂർ എന്തോ സോങ്ങിൻ്റെ ഒരു ആവശ്യത്തിന് വന്നതാണ്. എന്തായാലും വിനോദ് ഗോവൂരിനെ മനസ്സിലായില്ലേ നിങ്ങൾ? നമ്മളെ മൂസക്കായി ഇല്ലേ, പാത്തുമാൻ്റെ മൂസക്കായി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ ബട്ട്റോഡ് പാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടായ പുതിയാപ്പ ഹാർബറിലേക്കാണ് പോകുന്നത്. ഫിഷ്, അതായത് മീനിൻ്റെ ലോകത്തേക്കാണ് പോകുന്നത്. മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഹാർബറിലെത്തിയിട്ട് മീനിൻ്റെ പ്രൈസ് കാര്യങ്ങൾ, പിടിക്കാൻ പോണ ബോട്ട്, നമ്മൾ സാധാരണ പോണ ബോട്ടാണ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ബോട്ടുകളുടെ ലോകത്ത് ഹാർബറിൻ്റെ ഉള്ളിൽ. അപ്പം എന്തായാലും മാർക്കറ്റിൽ നമുക്ക് കയറല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് പുതിയാപ്പ ഹാർബറിലാണ്. പുതിയാപ്പ ഹാർബറിൽ മാത്രമല്ല, പുതിയാപ്പ ഹാർബറിലത്തെ ബോട്ടിലാണ്. ഏകദേശം 300 ബോട്ടുകൾ, 300ൻ്റെ പുറമേ ഉള്ള ബോട്ടുകളുണ്ട് ഈ ഹാർബറിൽ.
ഈ ബോട്ടിലാണ് ഇവർ മീൻ പിടിക്കാൻ പോണേ ഉൾക്കടലിലേക്ക് പോകുന്നത്. പൊന്നെങ്ങോട്ട് നോക്കി റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ നിങ്ങൾ നോക്കി കളിക്കുക. ആവേശം. കാരണം സാധാരണ നമ്മൾ ഷിപ്പിൽ പോയിട്ടുണ്ട്, ബോട്ടുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഫിഷ് പിടിക്കാൻ പോകണേ, മീൻ പിടിക്കാൻ പോണ ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിൻ്റെ ആവേശമായിട്ടപ്പം നിങ്ങൾ കാണുന്നത്. കാണിക്കുക, ഫുള്ള് കാണിക്കുന്നത്. ഇത് അപ്പൊ അടുത്തത് കിലോ മത്തിക്ക് 20 റുപ്യ. ആ മാർക്കറ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ റെഡി അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഹാർബറിന്റെ ഉള്ളിലേക്ക്, അതായത് മീൻ വാങ്ങാൻ വേണ്ടി പോവാ. നിങ്ങൾ അതായിരിക്കല്ലേ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. ആ പോന്നോളി, അമ്മ മീൻ വാങ്ങാൻ പോവല്ലേ. ബാ പോര്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്ന് ഇവിടെ ഉത്സവമായിട്ട്, അതായത് ഇവിടെ പുതിയ ഉത്സവമായിട്ട് ഇന്ന് ഇവിടെ മാർക്കറ്റ് ലീവാണ്. നല്ല ദിവസമാണ് വന്നത്. എന്തായാലും കിലോ മത്തിക്ക് 10 റുപ്യ എന്ന ലെവലിൽ നിങ്ങൾക്ക് കാണിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പോയി ആരും ചൂടായി പോകരുത്. നമുക്ക് പുതിയ ഹാർബറിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നുണ്ട്. ഒരു ബോട്ടിൽ ഒരു ദിവസം നമ്മൾ ഫുള്ള് ഉൾക്കടലിലേക്ക് പോയി മീൻ പിടിച്ച് മീൻ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന വരെയുള്ള ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് എടുക്കുന്നുണ്ട്. ആരും ഷോപ്പിൽ തന്നെ ആവരുത്. എന്ത് ചെയ്യാനാണ്, ഞാനിവിടെ ഈ ഒരു മാർക്കറ്റ് കാണിക്കാനും ഇവിടുത്തെ കച്ചവട സ്റ്റൈലുകൾ കാണിക്കാനാണ് ഇവിടുന്ന് വന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് മടങ്ങിപ്പോകാൻ തോന്നുന്നില്ല. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും ഞാൻ ഉൾക്കടലിൽ പോയിട്ട് മീൻ പിടിച്ച് ഇവിടെ ഹാർബറിൽ കൊണ്ടുപോയി മീൻ വിൽക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് എടുക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചതാണ്. അത് കോഴിക്കോട് ബീച്ചും അതേമാതിരി ബട്ട്റോഡ് ബീച്ചും കുറച്ച് അടിപൊളി കാഴ്ചകളും 5 രൂപയുടെ കടികളും ഹാർബറും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഞാൻ എന്ത് മാറ്റം വരുത്തണം, എങ്ങനത്തെ വീഡിയോ ചെയ്യണം, എങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പൊളിക്കുന്ന പറഞ്ഞാൽ പൊളിച്ചടക്കും, അങ്ങേയറ്റം പൊളിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം തൽക്കാലം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കുത്തിപ്പൊട്ടലൊക്കെ ചെയ്തോളി. നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തോളി, മാക്സിമം ഷെയറും ചെയ്തോളി. അപ്പം